ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെ വാക്യങ്ങളിൽ അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞ് ഈശോ നൽകുന്ന തിരുവചന സന്ദേശമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത്. 2 ചിന്തകൾ ഇന്ന് നമ്മളിതിൽ ശ്രദ്ധിക്കുന്നു. ഒന്ന്, 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ഈ ക്രിസ്മസ് കാലം ഈശോ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രിസ്മസ് കാലം വിധിക്കാനുള്ള കാലമല്ല. ഇത് ഈശോ വരുന്ന സന്തോഷത്തിൻ്റെ അവസരമായതുകൊണ്ട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവർക്ക് ഇളച്ചു കൊടുക്കാനും ക്ഷമ കാണിക്കാനുമുള്ള അവസരമാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. വിധി എന്നുള്ളത് തെറ്റും ശരിയും തമ്മിലാണ്. ആ ഒരു രീതിയിൽ ദൈവം മുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ശരിയും തെറ്റും തമ്മിൽ നോക്കിയാൽ മനുഷ്യനിൽ കൂടുതലും തെറ്റ് തന്നെയാണ്. തെറ്റ് കണ്ടെത്തിയാൽ പിന്നെ ഉചിതമായ നടപടി ശിക്ഷയാണ്. അത് കഠോരമായ രീതിയിൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷ കൊടുക്കേണ്ടി വരും. അത് മനസ്സിലാക്കുന്ന ദൈവം നീതിയായി വിധിച്ചാൽ നമ്മളെല്ലാവരും ശിക്ഷിക്കപ്പെടും. അതിനാൽ ശിക്ഷയുടെ കാര്യം മാറ്റിവെച്ച് കരുണ കാണിക്കുന്ന അടുത്ത തലത്തിലേക്ക് ദൈവം തൻ്റെ ഹൃദയത്തെ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ ക്രിസ്മസ് ഒരുക്കകാലത്ത്, ഈശോയുടെ വരവിന് വേണ്ടിയുള്ള ഒരുക്കകാലത്ത് മറ്റുള്ളവരെ വിധിച്ച് അവരെ കുറ്റക്കാരാക്കാൻ ഇരിക്കാതെ ക്ഷമിച്ച് കരുണ കാണിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് നമ്മളും കടക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആരെയും വിധിക്കരുത്. വിധിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചാൽ നിങ്ങൾക്കും അതേ രീതിയിലുള്ള മാനദണ്ഡം നിങ്ങളിലും ഏൽപ്പിക്കപ്പെടും. നിങ്ങളും ദൈവത്താൽ ശിക്ഷിക്കപ്പെടും. ആ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെയും വിധിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പകരം അവരോട് ക്ഷമിച്ച് കരുണയും സ്നേഹവും കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം, ഈശോയുടെ ജനനത്തെ പ്രതി നമുക്ക് മറ്റുള്ളവരെ അനാവശ്യമായി മനസ്സിലും വാക്കുകളിലും ഒന്നും വിധിക്കാതിരിക്കാനും കുറ്റപ്പെടുത്താതിരിക്കാനും പകരം അവരെ സ്നേഹിക്കാനും പരിശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, 6-ാം അധ്യായം 42-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: നീ ആദ്യമേ നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയാനുള്ള കാഴ്ച നിനക്ക് തെളിയും. തിരുവചനം ഇവിടെ പറയുന്നത് മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്ക് നോക്കാൻ പറയണം. സുവിശേഷം പറയുന്നതാണ്, ആദ്യമേ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം നിൻ്റെ ഉള്ളിലേക്ക്, നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. മറ്റുള്ളവരിലേക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മുടെ കുറവുകളാണ് കണ്ടെത്തേണ്ടത്. ആത്മാർത്ഥമായി നോക്കിയാൽ മറ്റുള്ളവരിൽ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ നമ്മളിലായിരിക്കും കുറ്റങ്ങളും കുറവുകളും കാണുകയെന്നും നമ്മളവിടെ തിരിച്ചറിയുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ കുറ്റപ്പെടുത്താനായി ഒരു വിരൽ ഒരാളുടെ നേരെ ചൂണ്ടുമ്പോൾ ചുരുങ്ങിയത് 3 വിരലുകളെങ്കിലും എൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കുമ്പോൾ പറയുമ്പോൾ നമ്മളൊരു പക്ഷേ അതുപോലെ അല്ലെ അതിനേക്കാളേറെ കുറ്റക്കാരാണ്, കുഴപ്പമുള്ളവർ, പ്രശ്നമുള്ളവരാണ് എന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് വളരാൻ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും തലത്തിലേക്ക് വളരാൻ ഈ ക്രിസ്മസ് കാലം നമ്മളെ വിളിക്കുന്നു. അതിന് നമുക്ക് നല്ല പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാം. ആമേൻ.